ഇന്നൊരു വെള്ളരിക്ക പച്ചടി വയ്ക്കാം. അതിന് വേണ്ട സാധനങ്ങൾ: വെള്ളരി, പച്ചമുളക്, തേങ്ങ, തൈര്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ജീരകം, കടുക്, പിന്നെ കരിവേപ്പില. നമ്മളിത് വെള്ളരി വേവിക്കുക. വെള്ളരി പ്രഷർ കുക്കറിലിട്ട് വേവിക്കുക. പച്ചമുളകും ഇട്ട് നമ്മൾ അത് വേവിച്ചെടുക്കുകയാണ്. കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇത് നമ്മൾ ഇവിടുത്തെ വെള്ളരിയാണ്. ഇവിടുന്ന് വെള്ളരി തീർന്നു വെള്ളരി ഇതും കൂടിയേ ഉള്ളായിരുന്നു. അപ്പോൾ അതൊന്നാ ഒരു പച്ചടി വെച്ചേക്കാമെന്ന് ഓർത്ത് നമുക്ക് ആ സമയം കൊണ്ട് ഒന്ന് തേങ്ങ അരച്ചെടുക്കാം. തേങ്ങയും ചെറിയ ഉള്ളിയും ജീരകവും എല്ലാം കൂടെ അരച്ചെടുക്കുകയാണ്. കടുകെല്ലാം നമ്മൾ അരച്ചെടുക്കുക. ഇനി പ്രഷർ കുക്കർ തുറന്ന് നോക്കാം. വെന്തിട്ടുണ്ട്. നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്കത് ഇനി അരപ്പ് ചേർക്കാം. ഇതാണ് അരപ്പ്. ഇതിപ്പം തേങ്ങയും ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കടുകെല്ലാം കൂട്ടി അരച്ചതാണ്. നല്ലപോലെ അരയ്ക്കണം. എന്നാലേ ആ അരപ്പിൻ്റെ ഇതൊക്കെ വരുള്ളൂ, ടേസ്റ്റ് വരുള്ളൂ. എന്നാൽ അതപ്പം ചേർക്കാം. അരപ്പ് വെന്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തോട്ട് ഞാൻ തൈര് ചേർക്കുകയാണ്. തീ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ ഒത്തിരി തിളച്ച് പോയി കഴിഞ്ഞാൽ തൈര് പിരിഞ്ഞു പോകും. അപ്പം അത് കൊള്ളത്തില്ല. ഇനി ഞാൻ തൈര് ചേർക്കുകയാണ്. കപ്പത്തൈരാണ് ചേർക്കുന്നത്. വെള്ളരിപ്പച്ചടി ഉണ്ടോ. ഇനി നമ്മൾ അതിൻ്റെ അകത്തോട്ട് കടുക് പൊട്ടിച്ചൊഴിക്കുകയാണ്. ഇനിയിപ്പോൾ തീ നിർത്തി വെച്ചിരിക്കുക, അല്ലെങ്കിൽ പിന്നെ പിരിഞ്ഞു പോകും. അപ്പം ഇനി കടുക് പൊട്ടിച്ചൊഴിക്കാം. കടുക് പൊട്ടിക്കുകയാണ്. ഉള്ളിയിട്ട് ഈ കടുക് ഇടുകയാണ്. ഒരു പച്ചമുളകും കൂടി ഇടുക. 3 കരിയേപ്പും കൂടി ഇടുകയാണ്. അതിലോട്ട് നമ്മൾ ഒഴിക്കുകയാണ്. വെള്ളരിപ്പച്ചടി റെഡിയായിട്ടുണ്ട്. ഇവിടുത്തെ വെള്ളരിയാണ്, തീർന്ന വെള്ളരി പച്ചടിയാണ്. ലാസ്റ്റത്തെ വെള്ളരി ആയതുകൊണ്ട് എന്നാൽ പച്ചടി വെച്ചേക്കാവുന്ന നല്ല പച്ചടിയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോയിലേക്ക് കാണാവേ. നല്ലൊരു വെള്ളരി പച്ചടിയാണ്.